വലിയ നോമ്പിലെ 32 ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗം ശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഉപ്പാകണം, പ്രകാശമാകണം എന്നല്ല ഈശോ പറയുന്നത്, മറിച്ച് നിങ്ങൾ ആകുന്നു എന്നാണ്. അതായത് നാം ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വാഭാവികമായും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ഈ ലോകത്തെ സ്വാധീനിക്കണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം ആ വ്യക്തി ജീവിക്കുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും വ്യത്യാസം ഉണ്ടാക്കുന്നതാകണം. ഉപ്പ് ഒരു ചെറിയ അളവ് പോലും ഭക്ഷണത്തിൻ്റെ മുഴുവൻ രുചി മാറ്റും. It doesn't need to be a lot or visible. It simply needs to be authentic. ക്രിസ്തു ശിഷ്യർക്കും ഇത് ബാധകമാണ്. ഈ ലോകത്തിൽ നാം എത്ര ചെറിയവരും എത്ര നിസ്സാരരുമാണെങ്കിലും നമ്മളുടെ നന്മയുടെയും ദയയുടെയും വിശ്വസ്തതയുടെയും കൊച്ചു കൊച്ചു പ്രവൃത്തികൾ പോലും നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ മാറ്റാൻ കഴിയുമെന്ന് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക്, ക്ഷമയുടെ ഒരു കൊച്ചു പ്രവൃത്തി, ഔദാര്യത്തിൻ്റെ ഒരു നന്മ പ്രവൃത്തി, ഇതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പുതിയ രുചി അനുഭവം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇവിടെ മുന്നറിയിപ്പുണ്ട്. ഉപ്പിന് അതിൻ്റെ ഉറ നഷ്ടപ്പെട്ടാൽ അതിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടാൻ കഴിയും? അതായത് അടിസ്ഥാന ഗുണം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ വിശ്വാസം ദുർബലമാകുമ്പോൾ, പ്രാർത്ഥനയിൽ ആലസ്യം ഉണ്ടാകുമ്പോൾ, സ്വാർത്ഥതയും അഹങ്കാരവും നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ, ലോകത്തിൻ്റെ മൂല്യങ്ങളെ നാം പിന്തുടരുമ്പോൾ നമ്മുടെ വിശ്വാസം അതിൻ്റെ രുചി നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. നമുക്ക് ചോദിക്കാം, എൻ്റെ വിശ്വാസം സജീവവും ഊർജ്ജസ്വലവുമാണോ, അതോ എൻ്റെ വിശ്വാസത്തിൻ്റെ രുചി നഷ്ടപ്പെടുന്നുണ്ടോ? ഈശോ വീണ്ടും പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചത്തിന് ലളിതമായ ഒരു ഉദ്ദേശമുണ്ട്, പ്രകാശിക്കുക. ഇരുട്ടിന് ഒരു ചെറിയ ജ്വാലയെപ്പോലും മറികടക്കാൻ കഴിയില്ല. ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അത് സ്വാഭാവികമായും മുറിയിലുള്ള എല്ലാവർക്കും വെളിച്ചം പകരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെയായിരിക്കണം. വിശ്വാസത്തോടും സ്നേഹത്തോടും എളിമയോടും അനുകമ്പയോടും നാം ജീവിക്കുമ്പോൾ നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു വെളിച്ചമായി മാറുന്നു. ഇവിടെയും മുന്നറിയിപ്പ് തരുന്നു, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല. നമ്മുടെ വിശ്വാസം മറച്ചു വയ്ക്കാനുള്ളതല്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുക. ചിലപ്പോൾ ചില ഭയങ്ങൾ, നാണക്കേടുകൾ, നിസ്സംഗത, ഇതൊക്കെ വിശ്വാസം മറച്ചു വയ്ക്കാനുള്ള പ്രലോഭനമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് ലോകത്തിന് എന്നത്തെക്കാളും ക്രിസ്തു വെളിച്ചം ആവശ്യമാണെന്ന് നാം മറക്കാതിരിക്കുക. ഈ സുവിശേഷ ഭാഗം ഈശോ ഉപസംഹരിക്കുന്നത് ശ്രദ്ധിക്കുക. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ മഹത്വമല്ല, പിന്നെയോ മറ്റുള്ളവരെ ദൈവമഹത്വത്തിലേക്ക് നയിക്കുക എന്നതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നന്മ പ്രവർത്തികളുടെ ഒക്കെയും ലക്ഷ്യം. ഈ നോമ്പിൻ്റെ നാളിൽ ഉപ്പും വെളിച്ചവുമാകുന്ന നമ്മുടെ സ്വത്വം പുതുക്കാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. The world does not need perfect Christians, but it desperately needs authentic ones, people whose lives reflect the love and mercy of God. നമ്മൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം ചുറ്റുമുള്ള ലോകത്തെ
വളരെ നിശബ്ദമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ ഒരു കൊച്ചു വെളിച്ചം പോലും നിരവധി ആളുകളെ ദൈവത്തിലേക്ക് നയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.